ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ റീഡിംഗ് എടുത്തപ്പോൾ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നത്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഒത്തിരി പേര് അവർ ഒത്തിരി വിഷമിച്ചിരിക്കുന്നതായിട്ടും അവരുടെ മൈൻഡിനെ അവർ കൺട്രോളിൽ ഇല്ലാത്തൊരവസ്ഥയുമാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാത്തൊരവസ്ഥ എന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ അവർക്ക് അവരുടെ മൈൻഡ് എങ്ങനെ കൺട്രോളിലാക്കാമെന്ന് യൂണിവേഴ്സ് എന്നോട് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. എന്നതേപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിനോട് രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റീവ് ആവാനും നെഗറ്റീവുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നമുക്ക് ചുറ്റും ഒത്തിരി എനർജീസ് ഉണ്ടല്ലേ, ഇല്ലേ? ഒത്തിരി നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താവശ്യം? നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മതി. എന്നെ വിശ്വസിച്ച് എൻ്റെ റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യാനാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒത്തിരി പേർക്ക് എങ്ങനെ ഹീലാവണ്ടേന്ന് അറിയില്ല. ഒത്തിരി പേർക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് അറിയില്ല. എന്നാൽ ഈ റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരൂ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ റീഡിങ് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാല്യൂഡ് ആയിട്ട് വരും കേട്ടോ. ഇനി ഒത്തിരി എനർജീസ് ഇവിടെ ഡിപ്രഷൻ ആ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള എനർജീസാണ് എനിക്കിവിടെ കാണിക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് എങ്ങനെയാണ് സാധിക്കാൻ നോക്കാം. ഇത് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ് ചെയ്യണം, നിർബന്ധമാണ്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് സമയമെടുത്ത് ചെയ്യണം. നിങ്ങൾ പതിയെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും മാറി നിങ്ങൾ പുതിയൊരു മനുഷ്യനായി മാറാനായിട്ട് എന്തുകൊണ്ടും സാധ്യമാക്കുന്ന ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല, അത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളിലേക്ക് കൺട്രോൾ ആക്കാനായിട്ടുള്ള ഒരു കാര്യം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും തന്നെ നിങ്ങളോട് ഞാൻ ഒരു സമയം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആ സമയം നിങ്ങൾക്ക് എന്താഗ്രഹവും പ്രാർത്ഥിക്കാനും അത് സാധിപ്പിച്ചെടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് സ്വീകരിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആ സമയമാണ് 3 മുതൽ 3:15 വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം. എന്നാൽ ഇനി അത് പറ്റാത്തവർക്ക് നിങ്ങൾ എപ്പോൾ എണീക്കുന്നുവോ ഒരു 5 മണിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലല്ലോ. നമുക്ക് ചുറ്റും വളരെ ശാന്തമായിട്ടല്ലേ നമുക്ക് ചുറ്റും ഉണ്ടാവുക. പ്രകൃതി തന്നെ നല്ലൊരു സമയമല്ലേ, സൂര്യൻ ഉദിച്ചു വരുന്നതും പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നതും നമുക്ക് തന്നെ പ്രപഞ്ചം നല്ലൊരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഒരുക്കുന്നൊരു സമയമാണ്. രാവിലെ തന്നെ മറ്റുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരൂ. അതിന് 21 ദിവസം മസ്റ്റാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ, നിങ്ങളതുപോലെ ചെയ്യുമോ? ഞാൻ ഒരു കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ ഒന്നല്ല പറയുന്നത്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് എങ്ങനെയാണ് എൻ്റെ മൈൻഡിനെ എൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക, എങ്ങനെയാണ് എനിക്ക് ഹീലാവാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് വിശ്വസിക്കാനാണ് പറയുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. അതിനുശേഷം ഞാൻ റീഡിങ്ങിലേക്ക് പോവുള്ളൂ കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ? ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തിരഞ്ഞെടുക്കുക. കാമായിട്ടുള്ളൊരു പ്ലേസ് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സമീപത്തുള്ള ഈവൻ നിങ്ങളുടെ റൂമിൽ മറ്റുള്ളവരെ ആരും ഇല്ലാതെ
നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തിരഞ്ഞെടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ചമ്രം പണിഞ്ഞിരിക്കുക പറയില്ലേ, അങ്ങനെ ഇരിക്കുക. അങ്ങനെ പറ്റാത്തവർ ഒരു ചെയർ ഇട്ടിട്ട് അതിൽ റിലാക്സ് ആയിട്ടിരിക്കുക. ആദ്യം തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ ഇരിക്കുക. ചമ്പറം പടിഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റാത്തവർക്ക് മാത്രമാണ് ഒരു ചെയറിൽ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ഡീപ്പ് ബ്രീത്ത് ഔട്ട്, ഇൻഹേൽ ആൻഡ് എക്സേൽ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കണം, കേട്ടോ. അതറിയാത്തവർക്ക് ഒത്തിരി യോഗ ക്ലാസ്സസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ബ്രീത്തിങ് എക്സസൈസൊക്കെ ഉണ്ട്. അത് ചെയ്യൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മിനിമം അതെങ്കിലും ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളതിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. നമ്മൾ നമ്മളെ തന്നെ അന്വേഷിക്കാൻ തുടങ്ങും. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആ ഒരു കൺട്രോളിൽ നമ്മൾ വരുത്താൻ ശ്രമിക്കുക നമ്മുടെ മൈൻഡിനെ. എന്നിട്ട് എന്ത് വേണം? 2 കൈകളും എങ്ങനെയാണ് വെക്കേണ്ടത്? ഇങ്ങനെ ഒരു പൊസിഷനിൽ വയ്ക്കുക, ഓക്കെ. അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ കൈ വയ്ക്കുക, 2 കൈകളും അങ്ങനെ വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, കേട്ടോ. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പവർഫുൾ ആക്കാൻ പോവുകയാണ്. മൈൻഡിനെ പവർഫുൾ ആക്കാൻ പോകുന്ന അഫർമേഷൻസാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എങ്ങനെ നമുക്ക് മൈൻഡിനെ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇപ്പോൾ ഡിപ്രഷനിൽ പോകുന്ന വ്യക്തികളെ എങ്ങനെ നമ്മൾ സ്വയം നമ്മുടെ കൺട്രോളിലാക്കാം എന്നാണ് ഞാൻ ചെറുതായിട്ട് ബ്രീഫായിട്ട് എന്ന് പറഞ്ഞു തരുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു സാധാരണ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ഒരിക്കലും ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഈ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഒത്തിരി ടെൻഷൻ അടിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുവാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് യൂണിവേഴ്സിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് മാറ്റി വെച്ചുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ചെയ്താൽ മതി, കേട്ടോ. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവും. അപ്പോൾ കാമായിട്ടുള്ളൊരു പ്ലേസ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ കൈകൾ രണ്ടും ഈ ഒരു മെത്തേഡിൽ പിടിക്കുക. നിങ്ങൾ ഇൻഹേൽ ആൻഡ് എക്സൈൽ എക്സസൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് വേണം? സ്വയം നിങ്ങൾ പറയുകയാണ്, നിങ്ങളും പ്രപഞ്ചവും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ, മറ്റുള്ള ഒന്നുമില്ല. നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത് പ്രപഞ്ചമാണ്. നിങ്ങൾ പ്രപഞ്ചത്തോടാണ് സംസാരിക്കാൻ പോകുന്നത്. ആ പ്രപഞ്ചം നിങ്ങളിലൂടെ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ആക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ സ്വയം കരുതുക. ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ എത്താൻ പറ്റില്ല. എന്നാൽ പറ്റും പോലെ നിങ്ങൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ഡേയ്സ് ചെയ്ത് നോക്കൂ. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ചെയ്യാൻ പോകേണ്ടത്? ആ ഒരു മെത്തേഡിൽ ഇരുന്നിട്ട് പറയാണ്, ഞാൻ റിലാക്സ് ആവുകയാണ്, ഞാൻ ശാന്താവുകയാണ്, മനഃപൂർവ്വം ഞാൻ എൻ്റെ ചിന്തകളെ കൺട്രോൾ ആക്കാൻ പോവുകയാണ്, ഞാൻ ശാന്താവാൻ പോവുകയാണ്, റിലാക്സ് ആവാൻ പോവുകയാണ്, ഞാൻ മനഃപൂർവ്വം എൻ്റെ ചിന്തകളെ കൺട്രോൾ ആക്കാൻ പോവുകയാണ്. എൻ്റെ മുന്നിൽ ഒറ്റ നെഗറ്റീവ് എനർജിയുമില്ല, പോസിറ്റീവിനെ മാത്രമേ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ലോകത്ത് എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് അവർ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്? എന്നാൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ റിലാക്സ് ആവാനും ടെൻഷൻ ഒത്തിരി തരുന്നത്? അത് ഞാൻ തന്നെ മനഃപൂർവ്വമായിട്ട് ഇല്ലാതാക്കാൻ പോവുകയാണ്. എനിക്ക് ചുറ്റിലും ഈ പ്രപഞ്ചം ഒത്തിരി നെഗറ്റീവ് എനർജി ഉണ്ട്. അതൊക്കെ ഞാൻ മാറ്റാൻ പോവുകയാണ്. പ്രപഞ്ചത്തോട് പറയുക, അതൊക്കെ ഞാൻ മാറ്റാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം എങ്ങനെയാണ് ഞാൻ നേടിയെടുക്കേണ്ടത്
എന്ന് എനിക്കിപ്പോൾ യൂണിവേഴ്സ് മനസ്സിലാക്കി തന്നു. ഈ ലോകത്ത് എല്ലാമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാത്തരം കാര്യങ്ങളുണ്ട്. എന്നാൽ എനിക്ക് ആവശ്യം ശാന്തമായൊരു മനസ്സാണ്. എല്ലാത്തിനെയും നല്ല രീതിയിൽ കാണാനുള്ളൊരു മനസ്സാണ്. എന്ത് കാര്യം നമ്മളിലേക്ക് വരുമ്പോഴും ആ ഒരു കാര്യത്തെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ളൊരു മനസ്സാണ് എനിക്ക് ആവശ്യം. അതിനെയാണ് ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത്. യൂണിവേഴ്സ് എൻ്റെ കൂടെ നിൽക്കണം. നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും എന്നിലേക്ക് എനിക്ക് ആവശ്യമില്ല. ഇനി എനിക്ക് നെഗറ്റീവിന് ആവശ്യമില്ല. എനിക്ക് ചുറ്റും നെഗറ്റീവ് എനർജി ഉണ്ടാവാം, എന്നാൽ ഞാൻ ഇന്നു മുതൽ യൂണിവേഴ്സിൽ സറണ്ടർ ആവുകയാണ്. യൂണിവേഴ്സിൽ സറണ്ടർ ആവുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും എൻ്റെ ലൈഫിലേക്ക് ആവശ്യമില്ല. നിങ്ങൾ സ്വയം പറയുക. എന്നിട്ട് എന്ത് വേണമെന്നറിയോ? അശാന്തമായ ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും ഇനി എൻ്റെ ലൈഫിലേക്ക് എനിക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യം എന്നെ ശാന്തമാക്കുന്ന, എന്നിലൂടെ മറ്റുള്ളവരെ ശാന്തമാക്കാൻ പോകുന്ന ഒരു ലൈഫാണ്. ഞാൻ തളർന്നിരിക്കേണ്ട ഒരു പേഴ്സൺ അല്ല. പ്രപഞ്ചം തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത്. ആ പ്രപഞ്ചത്തിന് എന്നെ സൃഷ്ടിക്കുമ്പോൾ എന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്നിൽ കൂടെ പ്രപഞ്ചത്തിന് എന്തൊരു കാര്യം സാധിക്കാനുണ്ട്. അത് ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. ഞാൻ തളർന്നിരുന്നു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ തളർന്നിരുന്നു കഴിഞ്ഞാൽ എനിക്കത് സാധിക്കാൻ പറ്റില്ല. എൻ്റെ യൂണിവേഴ്സിന് എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ഞാൻ വേണം? ഞാൻ തന്നെ സ്വയം എന്നെ മനസ്സിലാക്കണം, സെൽഫ് ലവ് ചെയ്യണം. എൻ്റെ മൈൻഡിനെ എൻ്റെ കൺട്രോളിലേക്ക് ഞാൻ കൊണ്ടുവരണം. അതിന് ഇന്നു മുതൽ ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. എനിക്കറിയാം ഒരു ദിവസം കൊണ്ടൊന്നും എനിക്ക് എൻ്റെ മൈൻഡിനെ എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഞാൻ എൻ്റെ മൈൻഡിനെ എൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരും. ഞാൻ കുഞ്ഞിലെ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങളുണ്ടാവാം. അതെല്ലാം എന്നിൽ നിന്ന് ഹീലായി പോകണം. ആരോടൊക്കെ എനിക്ക് വിഷമങ്ങളുണ്ടാവാം, അതെല്ലാം ഹീലായി പോകണം. എനിക്ക് ചുറ്റും എന്നെ ദ്രോഹിച്ചവരുണ്ടാകാം, അതെല്ലാം എന്നിൽ നിന്ന് ഹീലായി പോകണം. ഒരുപാട് മുറിവുകളുള്ള ഹൃദയമാണ് എൻ്റെ. അതെല്ലാം മുറിവുണങ്ങാനായിട്ട് യൂണിവേഴ്സ് എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതൽ ഒരു ശക്തിക്കും എന്നെ തളർത്താൻ സാധിക്കില്ല. നിങ്ങൾ പറയേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നിട്ട് എന്തു വേണം? സ്വയം പറയുക, എനിക്കേ സാധിക്കുള്ളൂ. എന്നിലൂടെ മാത്രമേ യൂണിവേഴ്സ് പ്രവർത്തിക്കുള്ളൂ. ഞാൻ യൂണിവേഴ്സിൻ്റെ മുന്നിൽ എന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് പ്രപഞ്ചമാണ് ജന്മം നൽകിയത്. പ്രപഞ്ചമാണ് എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കിയത്. ഞാൻ വിഷമിക്കേണ്ട ഒരു ആളല്ല. ആ പ്ലാൻ എങ്ങനെ സക്സസ് ആക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ആവശ്യം. ഞാൻ റിലാക്സ് ആവുക. സ്വയം പറയുക, ഞാൻ റിലാക്സ് ആവുക, ഞാൻ റിലാക്സ് ആവുക, ഞാൻ റിലാക്സ് ആവുക എന്ന് 3 തവണ പറയുക. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രപഞ്ചം എനിക്ക് മനസ്സിലാക്കി തന്നു. പ്രപഞ്ചത്തിനാണ് ഞാൻ അവസരം കൊടുക്കുന്നത്. എന്നിലല്ല ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്, യൂണിവേഴ്സിലാണ് ഞാൻ പ്രതീക്ഷ കൊടുക്കുന്നത്. ഞാനിങ്ങനെ എൻ്റെ മൈൻഡിനെ തന്നെ കൺട്രോളാക്കി വരുമ്പോൾ എന്നെ കൊണ്ടെല്ലാം സാധിക്കാനായിട്ട് പ്രപഞ്ചം എന്നിൽ ഇറങ്ങി പ്രവർത്തിക്കും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. മറ്റുള്ള ഏത് ശക്തികൾ എന്നെ തളർത്തിയാലും യൂണിവേഴ്സ് എന്നെ തളർത്തില്ല. യൂണിവേഴ്സാണ് എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ എനിക്ക് എൻ്റെ സുഹൃത്തായിട്ടും എന്നൊരു ഗുരുനാഥനായിട്ടും എൻ്റെ എല്ലാമായിട്ട് ഒരു വഴികാട്ടിയായിട്ട് ഒരു ഗൈഡായിട്ടൊക്കെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് യൂണിവേഴ്സാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. ആ വിശ്വാസം എന്നിൽ ഉള്ളിടത്തോളം കാലം എന്നെ ഒരു ശക്തിക്കും ഒരു നെഗറ്റീവിനും എന്നെ തളർത്താൻ സാധിക്കില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, എൻ്റെ പ്രപഞ്ചം എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ റിലാക്സ് ആവുകയാണ്. എൻ്റെ മൈൻഡിനെ ഞാൻ റിലാക്സ് ആക്കുകയാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ യൂണിവേഴ്സിന് കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി യൂണിവേഴ്സാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഒരു 21 ദിവസം നിങ്ങൾ ചെയ്യും. നിങ്ങൾ വേറെ എവിടെയും പോകണ്ട.
നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അതിനുള്ള പവർ തരും. നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ആകുന്ന ആ അവസ്ഥയുണ്ടല്ലോ, ആ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കുമെന്നറിയോ? ഒരു മനുഷ്യനായ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലായി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ സമയം കീപ്പ് ചെയ്ത് പോവുക, എന്നും ചെയ്യുക. ഇപ്പം 3 മുതൽ 3:15 വരെ എണീക്കാൻ പറ്റാത്തവർക്ക് ഒരു 5 മണിക്കെങ്കിലും എണീക്കാലോ. ആ ഒരു പോസിറ്റീവ് വൈബോട് കൂടി നിങ്ങൾ ഒരു ഒരു ദിനം തുടങ്ങുക. ഇന്ന് മുതൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒരു പ്രതിജ്ഞ പോലെ എടുക്കുക. ഞാൻ നാളെ മുതൽ ഇത് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ റീഡിങ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓരോ ദിവസവും നിങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്തിടണം. 21 ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ പുതിയൊരു മനുഷ്യനായി തീരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഉറപ്പായിട്ടും ഞാൻ പറയാണ്, 21 ഡേയ്സ് നിങ്ങൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകും. നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും നമുക്ക് ആവശ്യമില്ല. പോസിറ്റീവിനെ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ ഇതൊരു ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ നമ്മൾ എന്ത് വേണം? നെഗറ്റീവായിട്ടുള്ള എന്ത് വന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാനേ പാടില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം? സ്വയം തന്നെ നമ്മുടെ മൈൻഡിനോട് പറയുക, ഞാൻ പോസിറ്റീവിനെ മാത്രമേ എടുക്കുന്നുള്ളൂ, പോസിറ്റീവിനെ മാത്രമേ അട്രാക്റ്റ് ആക്കുന്നുള്ളൂ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഒരാളെ കുറ്റം പറയാൻ പോകുന്നില്ല, ഒരാളെ കുറിച്ചും ഒന്നും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ആവശ്യം യൂണിവേഴ്സ് എനിക്ക് തരുന്ന ആ ബ്ലെസ്സിങ്സ് ആണ്. ആ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് ഞാൻ പോസിറ്റീവിനെ മാത്രമേ എന്നിലേക്ക് അട്രാക്റ്റ് ആക്കൂ എന്ന് നിങ്ങൾ സ്വയം പറയണം. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കുമെന്ന് നോക്കൂ. സാധിക്കും. ഞാനാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം യൂണിവേഴ്സ് നടത്തിത്തരും, പ്രപഞ്ചം നടത്തിത്തരും. മനസ്സിലായോ? എൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലായോ? ഞാൻ നിങ്ങൾക്കൊരു ഗൈഡാണ്, നിങ്ങളുടെ ഒരു സുഹൃത്താണ്, നിങ്ങൾക്കൊരു സഹപാഠിയെ പോലെയാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ചിലപ്പോൾ എൻ്റെ അമ്മയെ പോലെ ആവാൻ കാണുന്നുണ്ടാവുക. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞു തരുന്ന പോലെ, അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞു തരുന്ന പോലെ, അങ്ങനെയും ആവാം. നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാത്രം മതി. എന്നിലൂടെ നല്ലത് നിങ്ങൾക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുടെ ലൈഫ് നശിപ്പിച്ച് കളയാനുള്ളതല്ല. നിങ്ങൾക്ക് പുരോഗതിയാണ് ഉണ്ടാവേണ്ടത്. ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ആൾക്കാരാണ്. എത്ര പേര് നമ്മളെ തളർത്തിയോട്ടെ, അവരുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ യൂണിവേഴ്സ് നിങ്ങൾക്ക് വരുത്തില്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്തു തന്നെയായാലും ഇങ്ങനെ ചെയ്ത് നിങ്ങളിലേക്ക് ആഗ്രഹം സഫലമാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? നമുക്കിനി റീഡിങ്ങിലേക്ക് പോയാലോ? എന്താ അറിയോ, ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് സ്വാർഡ്സ് ആണ്. നിങ്ങളുടെ എനർജിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇൻ്റലിജൻ്റ് ആയൊരു പേഴ്സൺ ആണ്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേറ്ററാണ് നിങ്ങൾ സത്യത്തെയും ന്യായത്തെയും ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ്. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതെങ്ങനെ നിങ്ങളിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ സത്യത്തിലൂടെ പോകണം, ന്യായത്തിലൂടെ പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ആദ്യത്തെ കാർഡ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് 3 ഓഫ് പെൻഡക്കിൾ ആണ്. എന്താണ് 3 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒത്തിരി അറിവ് സമ്പാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. എന്ത് തന്നെ അറിവായിക്കോട്ടെ, നമ്മൾക്ക് പ്രപഞ്ചം തരുന്ന അറിവ് പോലും അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അറിവാണ് അല്ലേ? അത്രയും പ്രഷ്യസ് ആണ്. ആ അറിവിനെ പോലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ പേഴ്സൺ ആണോ നിങ്ങൾ? അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കടന്നു പറഞ്ഞത് വീലാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.
ആർക്കും നിങ്ങളെ തളർത്താൻ പറ്റില്ല. ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ നിരാശയിലായിരുന്നോ? നിങ്ങൾ ഒരു കാര്യം സാധിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നോ? അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആയിരിക്കുമല്ലോ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ, എന്തവസ്ഥയായിക്കോട്ടെ, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയാണോ, അല്ലെങ്കിൽ കരിയർ വൈസ് ചിന്തിക്കുന്ന ഒരു ഗ്രോത്ത് ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് അകന്നു പോയി, എനിക്കിനി തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയുള്ള വ്യക്തികളെ അല്ല നിങ്ങൾ എന്താവണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യൂ. നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു മൈൻഡ് കൺട്രോൾ ആക്കൂ. അതിനുള്ള അഫർമേഷൻസ് ചെയ്യൂ. നിങ്ങളിലേക്ക് എന്താ വരുന്നത്? പോസിറ്റീവാണ്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു. ഇതാ വീല് കറങ്ങുന്നു, ആ സർക്കിള് കറങ്ങി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. ഇനി മുതൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തത് കിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു യോദ്ധാവിനെ പോലെ, ഒരു കിങ്ങിനെ പോലെ ആയി മാറും. നിങ്ങൾ പറയുന്ന വാക്കിന് വാല്യൂ കൊടുക്കും. ഇന്ന് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും തള്ളിക്കളയുന്ന ഏതൊരു വ്യക്തിയാണോ അവർക്ക് മുന്നിൽ നിങ്ങൾ ഒരു കിങ്ങിനെ പോലെ അല്ലെങ്കിൽ ക്വീനെ പോലെ, ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഫെമിനിൻ ആവാം, മെന്നാവാം. അപ്പം നിങ്ങൾക്ക് ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു രീതിയിൽ എടുക്കൂ കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ ആ ഒരു രീതിയിൽ എടുക്കൂ. ജെൻഡർലെസ് റീഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളൊരു യോദ്ധാവിനെ പോലെ, ഒരു രാജാവിനെ പോലെ, അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ പോലെ എങ്ങനെ രാജ്യത്തെ കൺട്രോൾ ആക്കാം, എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവിനെ കൊണ്ടുവരിക, ഫ്യൂച്ചറിൽ എങ്ങനെ എന്നെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണായി മാറണം. ഞാൻ ഇന്ന് തളർന്നിരിക്കുന്ന പേഴ്സണാണ്, എന്നാൽ നാളെ മുതൽ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്, ഞാൻ പുതിയൊരു മനുഷ്യനാവാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എന്നെ യൂണിവേഴ്സ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ആ ഉദ്ദേശം എന്നിലൂടെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതുമൂലം ഒത്തിരി പേർക്ക് നന്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ നന്മയിലേക്കാണ് യൂണിവേഴ്സ് എന്നെ കൊണ്ടുവരുന്നത്. ഞാൻ തളർന്നിരിക്കുന്ന പേഴ്സൺ അല്ല. ഞാനൊരു രാജാവിനെ പോലെ, ഒരു രാജ്ഞിയെ പോലെ ചിന്തിക്കുന്ന, എൻ്റെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു കാർഡ്സാണ് യൂണിവേഴ്സ് ഇവിടെ 4th കാർഡായിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് ഇരിക്കുന്നത്. എന്താണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വയം നിങ്ങളുടെ തന്നെ ഇപ്പോൾ മെഡിറ്റേഷനും ഒക്കെ ചെയ്യാനായിട്ട് തയ്യാറായി. നിങ്ങളുടെ മൈൻഡിനെ തന്നെ കൺട്രോൾ ആക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ മൈൻഡിനെ കൺട്രോൾ ആക്കൂ. 21 ദിവസം ഈ പറഞ്ഞ പോലെ ചെയ്യൂ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കൈ വെള്ളയിൽ നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുതരും. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ വ്യൂവേഴ്സിന്? അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് 10 ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ സ്വയം ഹീലാവുന്നു. ഓരോ ദിവസവും നിങ്ങൾ ഹീലാവാൻ പോകുന്നു. നാളെ മുതൽ, ഇപ്പോൾ ഹീലാവാത്ത ഒത്തിരി പേരുണ്ട്, അവർ നാളെ മുതൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോളൊക്കെ ആയിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. എല്ലാ നെഗറ്റീവും നിങ്ങളിൽ നിന്ന് പോകുന്നു. അത് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് അവിടെ കാണിക്കുന്നത്. എല്ലാം ത്രോ ചെയ്ത് നിങ്ങളിലുള്ള എല്ലാ കാര്യവും നിങ്ങൾ ഉപേക്ഷിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുന്നു, യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതെങ്ങനെ നല്ലതാവാം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ 10 ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ജഡ്ജ്മെൻറ്റ് റിവേഴ്സായിട്ട് വന്നിരിക്കുകയാണ്. മനസ്സിലായോ? എന്താ ജഡ്ജ്മെൻറ്റ് റിവേഴ്സായിട്ട് വരിക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സാധിക്കും ഇതൊക്കെ, എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് ഒന്നും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഒരു കാര്യം ശരിയാവുന്നില്ലല്ലോ, ഞാൻ എത്രമാത്രമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നത്. ആ ഒരു മൈൻഡ് മാറ്റാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, അതല്ല നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് ആവശ്യം എന്താണ്? പുതിയൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ആവശ്യം എന്താണ്? നല്ലൊരു വ്യക്തിയാവുക, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കാനായിട്ടുള്ള കഴിവുള്ളൊരു പേഴ്സൺ ആവുക. നിങ്ങളുടെ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളാവണം കേട്ടോ.
നല്ല ചിന്തയാവണം. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അത് ബ്ലെസ് ചെയ്ത് കൊണ്ടുവരും എന്നാണ് ഇവിടെ അടുത്ത കാർഡ് കാണിക്കുന്നത്. 7 ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങൾ ഒരു വിത്ത് നടുന്നു, ആ വിത്ത് മുളച്ച് കായ്ച്ച് ഫലം കാണുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ, ഏതു കാര്യത്തിനായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടാനാണ് യൂണിവേഴ്സ് പറയുന്നത്. വിത്തിനെ നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നടൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എല്ലാവർക്കും ഒരാഗ്രഹമല്ലല്ലോ, എല്ലാവർക്കും വ്യത്യസ്ത ആഗ്രഹമല്ലേ. നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം ഒരു വിത്തിനെ പോലെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നടൂ, നിങ്ങളുടെ മനസ്സിലേക്ക് നടൂ. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നട്ട് ഈ മൈൻഡിനെ കൺട്രോൾ ആക്കുക. മൈൻഡിനെ കൺട്രോൾ ആക്കുക എന്ന് പറഞ്ഞാൽ അതിന് വെള്ളവും ലവണങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം ഈ ഒരു വിത്ത് മുളച്ച് അതൊരു വൃക്ഷമായി ഒരു കായ് തരുന്നൊരു വൃക്ഷമായിട്ട് മാറണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ സാധിക്കണമെങ്കിൽ ദിവസങ്ങളെടുക്കും. അപ്പോൾ അത് മുളച്ച് അതിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പയ്യെ പയ്യെ അത് നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു വൃക്ഷം എങ്ങനെ മുളച്ച് അതിൻ്റെ ഫലം നമുക്ക് തരുന്നുവോ, നമ്മുടെ കൈകളിലേക്ക് അതിൻ്റെ ഫലം തരുന്നുവോ, അതുപോലെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തരാൻ പോകുന്നത്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൺട്രോൾ കൊണ്ടുവരൂ. എന്താണോ ആഗ്രഹം അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നടൂ. എന്നിട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത് ഇതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുക. മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ തന്നെ സ്വയം ഹീലാക്കണം. നിങ്ങളുടെ മൈൻഡിന് നിങ്ങളുടെ കൺട്രോൾ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും വേഗത്തിൽ യൂണിവേഴ്സ് ആ ഫലം തരുമെന്നാണ് പറയുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ദ എംപ്രസ് കാർഡാണ്. യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു അമ്മയെ പോലെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ യൂണിവേഴ്സ് ഉണ്ട്. ഒരമ്മ എങ്ങനെയാണോ അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്, ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എനർജി സമ്പാദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ഒരു ഭ്രൂണാവസ്ഥയിലാണ്, ഒരു അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന അവസ്ഥയിലാണ്. ആ അമ്മ എന്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുവോ അതാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്ന അമ്മ നിങ്ങളെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് ആ അമ്മ ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ്, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ്. അത് നിങ്ങൾ അറിയുന്നു, നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ അത് പൂർണ്ണതയിലെത്തുമ്പോൾ, ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിങ്ങൾ പ്രപഞ്ചം കാണാൻ തുടങ്ങുമ്പോൾ, പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ പുതിയ ജന്മമെടുക്കുമ്പോൾ നിങ്ങൾ നല്ല മക്കളായി വരും എന്നാണ് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നത്. പ്രപഞ്ചം അവരുടെ ഉദരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ആ അമ്മ പറയുന്ന കാര്യങ്ങൾ, ആ അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു, നല്ല കാര്യങ്ങൾ അല്ലേ, അതെല്ലാം ആ അമ്മയുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞെ, നീ ഇനി പ്രപഞ്ചത്തിൽ നന്മ ചെയ്യാൻ പോകേണ്ട ഒരാളാണ്, ഒരു വ്യക്തിയാണ്. നീ ഈ പ്രപഞ്ചം കാണാൻ തുടങ്ങുമ്പോൾ നിന്നിലേക്ക് എല്ലാ പോസിറ്റീവ്സും വരും. നീ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും. അതിനു വേണ്ടി നിന്റെ കൂടെ അമ്മ എന്നും ഉണ്ടാവും. നിനക്ക് ജന്മം നൽകാൻ മാത്രമല്ല, നിനക്ക് ജന്മം നൽകിയിട്ട് നിന്റെ കൂടെ നിന്റെ ഓരോ വളർച്ചയിലും നീ ഇന്നിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് നിന്നെ നല്ലൊരു വഴികാട്ടാനായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് പ്രപഞ്ചം എന്ന അമ്മ നിന്റെ കൂടെയുണ്ട് കുഞ്ഞെ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് മനസ്സിലായോ? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അമ്മയുണ്ട്, പ്രപഞ്ചമുണ്ട്, വഴി കാട്ടുവാനും നേർവഴിക്ക് നടത്തുവാനും നിങ്ങളുടെ അമ്മയുണ്ട്. ആ അമ്മ നിങ്ങളെ ഒരിക്കലും നശിച്ചു പോവാനായിട്ട് ആഗ്രഹിക്കില്ല. ഏതെങ്കിലും അമ്മ ആഗ്രഹിക്കുമോ എൻ്റെ കുഞ്ഞ് നശിച്ചു പോകണമെന്ന്? ആ ഒരു കുഞ്ഞ് വളരുന്ന ആ നിമിഷം എന്ന് പറയുന്നത് ഓരോ ചുവട് വെക്കുമ്പോഴും ആ അമ്മയുടെ മനസ്സിൽ അത്രത്തോളം ആനന്ദമാണ്. ആ മകനോ മകളോ വളർന്ന് അവരുടെ ഒരു നല്ലൊരു ജീവിതം കാണാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്നു ഇല്ലേ ഓരോ അമ്മയും? അങ്ങനെ യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ ഈ കാർഡ്സ് പറയുന്നത്. എനിക്കിനി വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ യൂണിവേഴ്സ് ഉണ്ട്. ഇന്ന് ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ നല്ല ചിന്തയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കുവാൻ പോവുകയാണ്.
ഇത് നിങ്ങൾ എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിലേക്ക് നല്ലത് വരണമെങ്കിൽ, നമ്മളെ കൊണ്ട് ഒരാൾക്ക് നന്മ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുക. പോസിറ്റീവ് മാത്രം മതി നമുക്ക്, കേട്ടോ. എൻ്റെ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ നല്ലൊരു ഗൈഡാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, കേട്ടോ. ഇത് ഒരു ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എത്ര പേർക്ക് അത് റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ആവുന്നവർ സ്വീകരിക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമാകുന്നുവെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കൂ. നിങ്ങൾക്ക് മാറ്റം വരുമെന്നാണ് യൂണിവേഴ്സ് എന്നിലൂടെ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നത്തെയും പോലെ ഞാൻ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.